കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. വിശുദ്ധ ആരാധനാ ദിവസത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ മഹാകരുണ ചെയ്തു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച് ജലത്തിൽ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപ ചെയ്തു. പിതാവിൻ്റെ വലതുഭാഗത്ത് നിന്ന് കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം പിതാവാൻ ദൈവത്തോട് അടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ കർത്താവിൻ്റെ പക്ഷപാത പ്രാർത്ഥന മതിയായി. കർത്താവ് വീണ്ടും വരും എന്ന് ഉറപ്പും നിശ്ചയവും നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ഞരക്കം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നാം തേജസ്കരണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠകരമായ പദവി, ശ്രേഷ്ഠകരമായ പ്രത്യാശ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലത്രേ. ഗ്ലോറി ടു ഗോഡ്. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്നും നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുമെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് നമുക്ക് നൽകിയ രക്ഷ നിത്യമായ രക്ഷയാണ്. പിശാചിൻ്റെ പിടിയിൽ നിന്ന് കർത്താവ് നമുക്ക് നൽകിയ വിടുതൽ, ഹല്ലേലൂയ, നിത്യജീവൻ്റെ വിടുതലാണ്. നിത്യജീവൻ്റെ മൊഴികൾ കേൾക്കുവാൻ നമ്മളുടെ ജീവിതങ്ങൾ സമർപ്പിക്കുമ്പോൾ വചനത്തിൽ കാണുന്നു, ആത്മാവ് സഭകളോട് സംസാരിക്കുന്നു. ചെവിയുള്ളവൻ കേൾക്കട്ടെ, രണ്ടാം മരണത്തിൽ അവന് ദോഷം വരികയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് അനുസരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, അനുസരിക്കുവാൻ നമ്മുടെ ജീവിതങ്ങൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ രണ്ടാം മരണത്തിൽ അവർക്ക് ദോഷം വരികയില്ല. ഹല്ലേലൂയ. രണ്ടാം മരണം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ നിത്യ നരകം എന്നുള്ള അനുഭവമാണ്. ഒന്നാം മരണം ലോകത്തിലുള്ള എല്ലാവരും ഒന്നാം മരണം എന്നുള്ളത് അനുഭവം ആക്കിയേ മതിയാത്തുള്ളൂ. ഒരുവൻ ജനിച്ചാൽ അവന് മരണം ഉണ്ട്. കർത്താവിൻ്റെ വരവ്, മധ്യാകാശത്തിൻ്റെ വരവിൽ ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവർ തേജസ്കരണം പ്രാപിക്കും. എന്നാൽ മരണം എന്നുള്ളത് ഒന്നാം മരണമെന്നും രണ്ടാം മരണമെന്നും രണ്ട് കാര്യങ്ങൾ വചനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ഈ രണ്ടാം മരണത്തിൽ ദോഷം വരാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് നമ്മൾ ചെവി കൊടുത്ത് കേൾക്കുകയും കേൾക്കുന്നത് അനുസരണത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം എന്ന് വചനം നമ്മെ ഓർപ്പിക്കും. നിത്യജീവന്റെ മൊഴികൾ കർത്താവിൻ്റെ പക്കലാണ്. നമ്മുടെ ആത്മാവിൻ്റെ നിത്യമായ രക്ഷയെക്കുറിച്ചിട്ടുള്ള സകലതും കർത്താവിൻ്റെ പക്കലാണ്. ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ കേവലം ഭൗമികമായ അനുഗ്രഹങ്ങൾ ഫോക്കസ് ചെയ്ത് വരുന്നതല്ല. അതിനപ്പുറത്ത് നമ്മുടെ ആത്മാവിൻ്റെ നിത്യജീവനെ യേശുക്രിസ്തുവിൽ നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നവർ ആയിരിക്കണം. കർത്താവിനെ അനുഗമിക്കുന്നവർ ആയിരിക്കണം. കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നവർ ആയിരിക്കണം. ക്രൂശിൻ്റെ വചനം എല്ലായ്പ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. ക്രൂശിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്കെപ്പോഴും ബോധ്യമുണ്ടായിരിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകും. ഇവിടെ രണ്ടു കൂട്ടരെ കാണുന്നു, നശിച്ചു പോകുന്നവരും രക്ഷിക്കപ്പെടുന്നവരും. ഇവിടെ നശിച്ചു പോകുന്നവർ എന്ന് പറയുന്നത് ഭൂമിയിൽ നശിച്ചു പോകുന്നവർ എന്നല്ല, നിത്യമായ നരകത്തിലേക്ക് മാറ്റപ്പെടുന്ന നാശം. ക്രൂശിൻ്റെ വചനം നിത്യമായ നരകത്തിലേക്ക് മാറ്റപ്പെടുന്നവർക്ക് ആ സുവിശേഷം അവർക്ക് എന്ത് ചെയ്യണ്ട, കേൾക്കാൻ താല്പര്യം ഉണ്ടാകത്തില്ല. ക്രൂശിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അവർക്ക് എന്ത് ചെയ്യണ്ട, അറിയേണ്ട ആവശ്യമില്ല.
പുനരുദ്ധാനത്തിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയേണ്ട ആവശ്യം ഇല്ല. കർത്താവ് ഭൂമിയിൽ 3.5 വർഷക്കാലം ജീവിച്ച സമയത്തിൽ കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ ആവർത്തിച്ച് ചെയ്ത് കാണാനാണ് ജനത്തിന് താല്പര്യം. എന്നാൽ ക്രൂശിന്റെ വചനം വളരെ പ്രാധാന്യമാണ്. പുനരുദ്ധാനത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ പ്രാധാന്യമാണ്. ക്രൂശിൽ ശിക്ഷാവിധികളിൽ നിന്ന് നമ്മെ രക്ഷിച്ച കാര്യം, പുനരുദ്ധാനത്തിൽ നീതീകരണത്തിനനന്തരം നമുക്ക് ലഭിക്കുന്ന നിത്യജീവന്റെ വഴികൾ ഇരിക്കുന്നത് പുനരുദ്ധാനത്തിലാണ്. ന്യായപ്രമാണത്തിലെ സകല ശിക്ഷാവിധിയും കർത്താവിന്റെ മേൽ എന്ത് ചെയ്തു? ചുമത്തപ്പെട്ടു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ന്യായപ്രമാണത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് കർത്താവ് നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിന്റെ ശാപം എന്ന് പറയുന്നത് പ്രമാണം അനുസരിക്കാത്തവൻ അതിനാൽ എന്ത് ചെയ്യും? മരിക്കും എന്ന് പറയുന്നത് ഭൗമികമായ മരണമല്ല, നിത്യമായ നരകമെന്ന 2ാം മരണം. പ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ എന്ത് ചെയ്യും? ജീവിക്കും. ന്യായപ്രമാണത്തിൽ 2 കാര്യങ്ങളാണ് ദൈവം വച്ചിരിക്കുന്നത്. ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? ഈ പ്രമാണത്തിലൂടെ വയ്ക്കുന്നു. ഏദൻ തോട്ടത്തിലും ദൈവം 2 കാര്യങ്ങളാണ് മനുഷ്യന്റെ മുമ്പിൽ എന്ത് ചെയ്തത്? വച്ചത്. ജീവനും മരണവും. അറിവിന്റെ വൃക്ഷം, ജീവന്റെ വൃക്ഷം. അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് സ്വീകരിക്കുന്നവൻ അതിനാൽ എന്ത് ചെയ്യും? മരിക്കും. ജീവവൃക്ഷത്തിൽ നിന്ന് സ്വീകരിക്കുന്നവൻ അതിനാൽ എന്ത് ചെയ്യും? ജീവിക്കും. അറിവിന്റെ വൃക്ഷം പ്രതിനിധാനം ചെയ്യുന്നത് സാത്താനെയാണ്. ജീവവൃക്ഷം പ്രതിനിധാനം ചെയ്യുന്നത് ദൈവത്തെയാണ്. ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് നീ എന്ത് ചെയ്യണം? ആത്മാവിൽ ജീവിക്കണം. അറിവിൽ പ്രവേശിച്ച് പിശാചുമായി ബന്ധം പുലർത്തി നിന്റെ ആത്മാവ് നിത്യമായ നരകത്തിൽ പോകാതിരിപ്പാൻ നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം മനുഷ്യന് ദൈവത്തിൽ നിന്നുള്ള ബന്ധം എന്ത് ചെയ്തു? വിച്ഛേദിക്കപ്പെട്ടു. ദൈവത്തിൽ നിന്നുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതാണ് എന്ത്? മരണം എന്നർത്ഥമാക്കുന്നത്. എന്നേക്കുമായിട്ടുള്ള ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോകുന്നതാണ് 2ാം മരണത്തിലേക്ക് മനുഷ്യൻ പോകുന്നത്. ആത്മാവിൽ സംഭവിച്ച ആ നിദ്ര എന്നുള്ള അനുഭവത്തിൽ നിന്ന് ക്രിസ്തുവേശുവിലൂടെ മടക്കിയെടുക്കുന്നതാണ് ക്രൂശിന്റെ വചനം. യേശുക്രിസ്തുവിലും ഈ 2 കാര്യങ്ങളാണുള്ളത്. വിശ്വസിക്കുന്നവൻ, അവനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനിലേക്ക് എന്ത് ചെയ്യും? കടക്കും. അവനിൽ വിശ്വസിക്കാത്തവൻ നിത്യ നരകത്തിലേക്ക് എന്ത് ചെയ്യും? മാറ്റപ്പെടും. ജീവനും മരണവും ക്രിസ്തുവിൽ. ഗ്ലോറി ടു ഗോഡ്. അവനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനിൽ കടക്കുന്ന. ഭൗമികമായ ചില നേട്ടങ്ങളും ലാഭങ്ങൾ ഉണ്ടാക്കുവാനുള്ള വിശ്വാസം കൊണ്ടൊന്നും നിത്യജീവനിൽ എന്ത് ചെയ്യത്തില്ല? കടക്കത്തില്ല. കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായി ദൈവവചനത്തിലൂടെ എന്ത് ചെയ്യണം? മനസ്സിലാക്കുകയും അവന്റെ പുനരുദ്ധാനത്തിൽ സംഭവിച്ചത് എന്താണെന്നും വചനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ രക്ഷയും നീതീകരണവും കരസ്ഥമാക്കുമ്പോൾ ദൈവം നമുക്ക് ഔദാര്യമായി ദാനമായി നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ നിത്യജീവനാണ്. ന്യായപ്രമാണത്തിന്റെ നിവൃത്തി നാം കാണുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ ന്യായപ്രമാണത്തിന്റെ നിവൃത്തി എന്ത് ചെയ്തു? കണ്ടു. കർത്താവ് ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? അനുസരിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മെപ്പോലെ ഒരു ഭൗമികമായ ശരീരത്തിലാണ് ഈ ലോകത്തിൽ ജീവിച്ചതെങ്കിലും ന്യായപ്രമാണത്തെ പൂർണ്ണമായി കർത്താവ് അനുസരിച്ചത് കൊണ്ട് കർത്താവിനെ ക്രൂശീകരിച്ചതിനനന്തരം കർത്താവിനെ അടക്കം ചെയ്തു 3-ാം ദിവസം കർത്താവ് എന്ത് ചെയ്തു? പുനരുദ്ധാനം പ്രാപിച്ചു. പ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ള ദൈവിക വാഗ്ദത്തം ക്രിസ്തുവിലാണ് പൂർണ്ണമാകപ്പെട്ടത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആദ്യ ഫലമായി ക്രിസ്തു മരണത്തെ അതിജീവിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ നീതിയായ നിത്യജീവനിലേക്ക്
പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിലേക്ക് പകർന്നു നൽകുമ്പോൾ നമുക്ക് അന്യമായിരുന്ന നിത്യജീവൻ യേശുക്രിസ്തുവിലൂടെ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ന്യായപ്രമാണത്തിൻ്റെ നീതീകരണം ക്രിസ്തുവിൽ സംഭവിച്ചതുകൊണ്ട് ക്രിസ്തു പുനരുദ്ധാനം ചെയ്ത അതേ ആത്മാവ് ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ നീതിയായ നിത്യജീവൻ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. ആ പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് സഭകളോട് ആത്മാവ് സംസാരിക്കും. ആ സംസാരിക്കുന്ന കാര്യങ്ങൾ ആത്മാവിനാൽ ശ്രവിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നുവെങ്കിൽ നാം നിത്യജീവനിൽ കടക്കും. ആത്മാവ് സഭകളോട് സംസാരിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. രണ്ടാം മരണം അവനെ തൊടുകയില്ല എന്ന് പറയുമ്പോൾ അവൻ നിത്യജീവനിൽ കാണും. ഏദൻ തോട്ടത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ജീവൻ ന്യായപ്രമാണത്തെ യഹൂദജനത്തിന് കൊടുത്തു. പുറംജാതിക്കാർക്ക് പ്രമാണം എന്ത് ചെയ്തിട്ടില്ല, ലഭിച്ചിട്ടില്ല. പ്രമാണം ലഭിച്ചവരും ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ലഭിക്കുന്നില്ല. എന്നാൽ ക്രിസ്തു യേശു ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായി മരണത്തെ അതിജീവിച്ച് പുനരുദ്ധാനം എന്ത് ചെയ്തു, പ്രാപിച്ചു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും നീതീകരണത്തിന് അനന്തരം ലഭിക്കുന്ന നിത്യജീവനും സൗജന്യമായിട്ട് എന്തിയിരിക്കുന്നു, ലഭിച്ചിരിക്കുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള രക്ഷയും ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും നീതീകരണത്തിന് അനന്തരം ലഭിക്കുന്ന നിത്യജീവനും യഹൂദനും പുറംജാതിക്കും ഒരുപോലെ ദൈവം വിശ്വാസത്താലുള്ള രക്ഷയും വിശ്വാസത്താലുള്ള നീതീകരണവും തൽഫലമായി ലഭിക്കേണ്ടുന്ന നിത്യജീവൻ അടയാളമായി പരിശുദ്ധാത്മാവെന്ന ദാനം വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ കൊടുക്കുകയും യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. കർത്താവിൻ്റെ വരവിൽ പുനരുദ്ധാനം സംഭവിക്കാൻ മറ്റു മാർഗമില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ വരവിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുകയുള്ളൂ. അവിടെയാണ് ആത്മപകർച്ച പ്രാപിക്കേണ്ടുന്നതിൻ്റെ ആവശ്യം. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ ജീവനും മരണവും, ജീവവൃക്ഷവും അറിവിൻ്റെ വൃക്ഷവും. ന്യായപ്രമാണത്തിൽ ദൈവം കൊടുത്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. അനുഗ്രഹം എന്ന് പറയുന്നത് നിത്യജീവൻ, ശാപം എന്ന് പറയുന്നത് നിത്യനരകം. ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നു, വയ്ക്കുന്നു. അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നു, വയ്ക്കുന്നു. മനുഷ്യനോട് തിരഞ്ഞെടുക്കാൻ ദൈവം എന്ത് ചെയ്തു, അവനോട് ആവശ്യപ്പെടുകയാണ്. ഏദൻ തോട്ടത്തിൽ പരാജയപ്പെട്ട മനുഷ്യനോട് വീണ്ടും ദൈവം എന്ത് ചെയ്യുന്നു, ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ദൈവം ന്യായപ്രമാണം കൊടുത്തത് സകല ജനത്തിനും കൊടുത്തില്ല. ദൈവത്തിന്റെ മുമ്പാകെ ദൈവപ്രസാദമുള്ള രീതിയിൽ ജീവിച്ച അബ്രഹാം നിമിത്തം ദൈവം തെരഞ്ഞെടുത്ത, അബ്രഹാമിൽ നിന്ന് ജനിക്കപ്പെട്ടു വന്ന വാഗ്ദത്ത സന്തതി ഇസ്ഹാക്കിൽ നിന്ന്, യാക്കോബിൽ നിന്ന് 12 മക്കൾ, 12 ഗോത്രം. ആ ഗോത്രങ്ങളിൽ ഉള്ളവർക്ക് മാത്രം, യഹൂദ ജനതയ്ക്ക്, ഇസ്രായേൽ മക്കൾക്ക് മാത്രമാണ് ദൈവം പ്രമാണം എന്ത് ചെയ്തത്, കൊടുത്തത്. പുറംജാതിക്കാർക്ക് എന്ത് ചെയ്തിട്ടില്ല, പ്രമാണമേ ലഭിച്ചിട്ടില്ല. പുറംജാതികളായിരിക്കുന്നവർ ഇന്ന് രക്ഷ അനുഭവിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് പുറംജാതികൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. അത് വലിയൊരു അനുഗ്രഹമാണ്. ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ നിത്യജീവൻ പ്രാപിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാതെ കേവലം നശിച്ചു പോകുന്നതായിട്ടുള്ള ഭൗമികമായ അനുഗ്രഹങ്ങളുടെ പുറകെ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ യാത്ര ചെയ്താൽ നിത്യജീവൻ പ്രാപിക്കാം എന്നുള്ളത് മിഥ്യയായ കാര്യമാണ്. ഹല്ലേലൂയ. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ നമ്മൾ പ്രാപിക്കണമെങ്കിൽ ക്രൂശിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് എന്ത് ചെയ്യണം, അറിയണം. ന്യായപ്രമാണത്തിന്റെ സകല ശിക്ഷാവിധികളും യേശുവിന്റെ മേൽ എന്ത് ചെയ്തു, ചുമത്തപ്പെട്ടു. ഹല്ലേലൂയ. എൻ്റെ മേൽ ചൊരിയപ്പെടേണ്ടുന്ന ശിക്ഷാവിധി കർത്താവിന്റെ മേൽ എന്ത് ചെയ്തു, ചുമത്തപ്പെട്ടു. ആ ക്രൂശ് മരണത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വിശ്വസിക്കുമ്പോൾ
എനിക്ക് ലഭിക്കുന്നതാണ് രക്ഷ, ആത്മാവിൻ്റെ രക്ഷ, ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ ക്രൂശ് മരണത്തിൽ. യേശു ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് അനുസരിച്ചത് കൊണ്ട് കർത്താവ് പുനരുദ്ധാനം എന്ത് ചെയ്തു? പ്രാപിച്ചു. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ നീതീകരണം പൂർണ്ണമായി കണ്ടതാരിലാണ്? ക്രിസ്തുവിലാണ്. ആ നീതീകരണം ആർക്കും അവകാശമാക്കാൻ പറ്റും? തന്നിൽ വിശ്വസിക്കുന്ന നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? അവകാശമാക്കാൻ പറ്റും. വിശ്വാസത്താലുള്ള രക്ഷയും വിശ്വാസത്താലുള്ള നീതീകരണവും യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയും യേശുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെയും അവകാശമാക്കുവാൻ നമുക്ക് വചനത്തിലൂടെ ആ വെളിപ്പാട് ദൈവം എന്ത് ചെയ്യണം? വെളിപ്പെടുത്തി തരണം. അങ്ങനെ വിശ്വാസത്താൽ നമ്മൾ യേശുവിനെ സ്വന്തം രക്ഷിതാവും സ്വന്തം കർത്താവുമായി ഏറ്റെടുത്ത് രക്ഷയും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നീതീകരണവും പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ദൈവം എന്ത് ചെയ്യുന്നു? പകർന്നു നൽകുന്നു. പരിശുദ്ധാത്മാവിൽ ഇരിക്കുന്നത് നമ്മുടെ നിത്യജീവൻ, ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായ നിത്യജീവൻ പരിശുദ്ധാത്മാവിൽ ആയിരിക്കുന്നു. പരിശുദ്ധാത്മാവുള്ളവൻ എന്തുണ്ട്? നിത്യജീവനുണ്ട്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് ആയ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. നിത്യതയിൽ ഞാൻ പരിശുദ്ധാത്മാവിനാൽ കാണും. ഏദൻ തോട്ടത്തിൽ പരാജയപ്പെട്ടു പോയത്, ന്യായപ്രമാണത്താൽ സകലരും പരാജയപ്പെട്ടു പോയത്, ക്രിസ്തുവിലൂടെ ആ പരാജയങ്ങളെ ജയമാക്കി മാറ്റിക്കൊണ്ട് അവൻ പാതാളത്തിൻ്റെ അധികാരത്തെ തകർത്തുകൊണ്ട് മരണവാസങ്ങളെ പൊട്ടിച്ചുകൊണ്ട് മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടുന്നതിന് അവൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പിന്റെ വില ആർക്ക് കൊടുക്കുവാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിന്റെ മുൻപിൽ മറുപടിയുമായി ക്രിസ്തുയേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ബലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അത് തന്നിൽ വിശ്വസിക്കുന്നവർക്കും അത് അവകാശമാക്കുവാൻ കഴിയും. കർത്താവിന്റെ വരവിൽ അത് അവകാശമാക്കും. ജീവനോടെ ശേഷിച്ചിരിക്കുന്നവർ തേജസ്കരണം പ്രാപിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ പുനരുദ്ധാനം പ്രാപിക്കും. ഹല്ലേലൂയ. ആ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ക്രൂശിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വരണം. അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി നമ്മൾ എന്ത് ചെയ്യണം? അനുഭവിച്ചറിയണം. വിശുദ്ധനായ പൗലോസ് പറഞ്ഞു, കർത്താവിന്റെ ക്രൂശിലെ കഷ്ടാനുഭവങ്ങൾ അനുഭവിച്ചറിയുവാനും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരു ദൈവവിശ്വാസിയും ദൈവത്തിന്റെ സഭയും അനുഭവിച്ചറിയുവാൻ ആഗ്രഹിക്കേണ്ടത് ക്രൂശിന്റെ ശക്തിയാണ്. ഗ്ലോറി ടു ഗോഡ്. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്ത് ചെയ്യണം? അനുഭവിച്ചറിയണം. മാത്രമല്ല അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയുവാൻ കഴിയും. വരുവാനുള്ള ലോകത്തിന്റെ ശക്തി അനുഭവിച്ചറിയുവാൻ കഴിയും. കർത്താവിന്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. അപ്പോൾ യേശു എന്നെ രക്ഷിപ്പാൻ കർത്താവ് ക്രൂശ് എന്ത് ചെയ്തു? ഏറ്റെടുത്തു. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുപ്പാൻ. ന്യായപ്രമാണത്തിന്റെ ശാപം എന്താണ്? അതനുസരിക്കാത്തവൻ അതിനാൽ മരിക്കും എന്ന് പറയുന്ന ഫിസിക്കൽ ഡെത്ത് അല്ല, രണ്ടാം മരണം. ഗ്ലോറി ടു ഗോഡ്. ആ ശാപത്തിൽ നിന്ന് മരത്തിന്മേൽ കർത്താവ് തൂങ്ങിക്കൊണ്ട് എന്നെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. എനിക്ക് വേണ്ടി കർത്താവ് കൊടുത്ത വിലയാണ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ ക്രൂശിന്റെ വചനം നിത്യമായി നശിച്ചു പോകുന്നവർക്ക് ഇത് കേൾക്കാൻ എന്തല്ല, ഒരു കാരണവശാലും താല്പര്യം എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകത്തില്ല. കാരണം അവർ എങ്ങോട്ട് പോകുന്നു? നശിച്ചു പോകുന്നവർ, നിത്യമായ നാശത്തിലേക്ക് പോകുന്നവർക്ക് ക്രൂശിന്റെ വചനം അവർക്ക് എന്താണ്? ഭോഷത്വമാണ്. ഈ ഭോഷന്മാർ എന്താണ് പറയുന്നത്? ക്രൂശിന്റെ വചനവുമായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കപ്പെടാത്തവരുടെ ഭാഷ എന്താണ്? ഇവർ പറയുന്നത് എന്താണ്? ഭോഷത്വമാണ്. എന്നാൽ ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാണ്. ക്രൂശിന്റെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന എന്താണ്? രക്ഷിക്കപ്പെടുന്ന അനുഭവം. എവിടെ നിന്ന് രക്ഷിക്കപ്പെടുന്ന അനുഭവം? നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടണമെങ്കിൽ ക്രൂശിന്റെ വചനം നിർബന്ധം. ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന്, ഈ നശിച്ചു പോകുന്ന ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന്, സംസ്കാരത്തിൽ നിന്ന്, വശീകരണങ്ങളിൽ നിന്ന്, ലോകമോഹങ്ങളിൽ നിന്ന് നാം രക്ഷിക്കപ്പെടണമെങ്കിൽ ക്രൂശിന്റെ വചനം നിർബന്ധമാണ്. ഗ്ലോറി ടു ഗോഡ്.
ഈ ദുഷ്ട ലോകത്തിൽ നിന്ന് നാം വിടുവിക്കപ്പെടണമെങ്കിൽ ക്രൂശിന്റെ വചനം നിർബന്ധമാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിൽ തന്നെ പാപത്തിൽ വീണുപോയ ശരീരമാണ്. ഈ ശരീരത്തിനൊരാഗ്രഹമേ ഉള്ളൂ, നിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ കൂടെ എന്ത് ചെയ്യണം? നശിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ദുഷ്ട ലോകത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം എന്നുള്ളത് പോലെ തന്നെ ഈ വീണുപോയ ശരീരത്തിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ ക്രൂശിന്റെ വചനം നിർബന്ധമാണ്. കർത്താവിന്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഇത് കർത്താവ് പറഞ്ഞ കാര്യമാണ്. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആരംഭ സമയങ്ങളിൽ തന്നെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? വെളിപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് താൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള വെളിപ്പെടുത്തലല്ല, ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്ന പ്രാരംഭ സമയത്തിൽ തന്നെ യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അതുപോലെ ഒരു ദിവസം മനുഷ്യപുത്രനെ എന്ത് ചെയ്യും? ഉയർത്തും. മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയ സന്ദർഭം സംഖ്യാപുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ 4-ാം വാക്യം മുതൽ താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുർഘടമായ വഴിയായിരുന്നു. ഏദോം ദേശത്തെ ചുറ്റിപ്പോകാനാണ് എന്ത് ചെയ്യുന്നത്? ആവശ്യപ്പെട്ടത്. അത് ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് എന്ത് ചെയ്യണം? യാത്ര പോകണം. ആ വഴി എന്താണ്? ദുർഘട വഴി. ദൈവം പറയുന്ന വഴി തന്നെ എന്ത് ചെയ്തേ പറ്റൂ? പോയേ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ഇഷ്ടം എന്താണ്? അവരുടേതായിട്ടുള്ള വഴി. ദൈവം ചിലപ്പോൾ ചില കാര്യങ്ങൾ ആ പട്ടണത്തെ ഒഴിഞ്ഞു പോകാൻ എന്ത് ചെയ്തു? പറയാണ്. ഒഴിഞ്ഞു പോകണമെങ്കിൽ ചെങ്കടൽ എന്ത് ചെയ്യും? തടസ്സമായിട്ട് വരും. അപ്പോൾ ഈ വഴി നിമിത്തം അവിടെ കാണുന്നു, വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് എന്ത് ചെയ്തു? ക്ഷീണിച്ചു. എളുപ്പ വഴികളാണ് ആൾക്കാർക്ക് പൊതുവെ എന്ത് ഇഷ്ടം. ദൈവം ഇവിടെ പറഞ്ഞു എന്താണ്? നീ ഈ ഷോർട്ട് കട്ട് വഴി എന്ത് ചെയ്യരുത്? പോകരുത്. ചുറ്റി തന്നെ എന്ത് ചെയ്യണം? പോകണം. ജനത്തിന് എപ്പോഴും എളുപ്പ വഴിയാണ് താല്പര്യം. അപ്പോൾ ഈ വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് എന്ത് ചെയ്തു? ക്ഷീണിച്ചു. സെയിം കാര്യം തന്നെയാണ് നിത്യമായ കനാനിലേക്ക് എത്തിച്ചേരാനുള്ള വഴി. ഒരിക്കലും എന്തല്ല? ഷോർട്ട് കട്ടല്ല. എളുപ്പ വഴികളിലൂടെ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. വചനത്തിലെ സത്യം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് പൊതുവെ എന്താണ്? എളുപ്പ വഴിയിലൂടെ നിത്യജീവൻ കിട്ടുമെന്നുണ്ടെങ്കിൽ വലിയ സന്തോഷം. വചനത്തിലെ ആഴമായ സത്യങ്ങളിലേക്ക് വരുമ്പോൾ വഴി നിമിത്തം ജനത്തിന് എന്താവും? ബുദ്ധിമുട്ടുണ്ടാവും. ഇവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം? എളുപ്പ വഴിയിലൂടെ കാര്യം എന്ത് ചെയ്യണം? നടക്കണം. അപ്പൊ ഈ വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് എന്ത് ചെയ്തു? ക്ഷീണിച്ചു. നിത്യജീവന്റെ വഴി നിമിത്തം എന്ത് സംഭവിക്കും? അന്നും ഇന്നും എല്ലാ കാലത്തിലും എന്താണ്? കർത്താവിനോടൊപ്പം ആയിരുന്നപ്പോൾ നിത്യജീവന്റെ വഴികൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവരും ഒഴിഞ്ഞുപോയി. 5000 പേർ ഒറ്റ അടിക്ക് എന്ത് ചെയ്തു? ഒഴിഞ്ഞുപോയി. 5000 പേരുള്ള ഒരു കൂട്ടായ്മയിൽ നിത്യജീവന്റെ വചനം വളരെ ഷാർപ്പായിട്ട് വചനത്തിൽ നിന്ന് വെളിപ്പെടുത്തി കൊടുത്തു നോക്കിയാൽ ഈ 5000 പേരെന്ത് ചെയ്യും? യേശുവിന്റെ അടുക്കൽ നിന്ന് എന്ത് ചെയ്തു? പൊഴിഞ്ഞു പോയെങ്കിൽ പിന്നെ പൊഴിഞ്ഞു പോകത്തില്ലയോ? കർത്താവിന്റെ അടുക്കൽ ബാക്കി അവശേഷിച്ചാരാണ്? ശിഷ്യന്മാർ. അവർക്ക് ബോധ്യമുണ്ട്. കാരണം എന്താണ്? നിത്യജീവന്റെ മൊഴി നിന്റെ മക്കളേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെയും വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് എന്ത് ചെയ്തു? ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. എന്ത് നിമിത്തം? വഴി നിമിത്തം. നിത്യജീവന്റെ വഴി എളുപ്പമാണോ? അതിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ടോ? അപ്പം ജനം എന്ത് ചെയ്തു? ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടുന്നതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിനു? ഞങ്ങളെ ഇവിടെ ഇട്ട് കൊല്ലാനാണോ എന്ത് ചെയ്തത്? കൊണ്ടുവന്നതെന്നാണ് ചോദ്യം. ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. യഥാർത്ഥത്തിൽ അവിടെ ദൈവം അവർക്ക് എന്ത് കൊടുത്തിരുന്നു? അപ്പവും വെള്ളവും കൊടുത്തിരുന്നു. ഇവർ പറയുന്നത് ഇവിടെ എന്തില്ല? ഇവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള അപ്പവും വെള്ളവും ഇല്ല. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകും. ഈ സാരമില്ലാത്ത ആഹാരം എന്ന് ഇവർ പറയുന്നത് എന്താണ്? ആകാശത്തിൽ നിന്ന് ദൈവം എല്ലാ പ്രഭാതത്തിലും എന്ത് ചെയ്തു? മന്ന കൊടുത്തിരുന്നു.
ഡെയിലി ബ്രെഡ്. ഇന്നും ദൈവം അത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനമെന്ന മന്ന തൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവരുടെ ആത്മതലത്തിലേക്ക് ഇറങ്ങി വരും. അന്ന് ദൈവം അവർക്ക് കൊടുത്ത മന്ന അവർ പറഞ്ഞ എന്താണ്? ഇത് സാരമില്ലാത്ത അപ്പം. ഇന്നും ജനത്തിൻ്റെ പ്രകൃതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യവചനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്? സാരമില്ലാത്ത വചനം. ഇത് തന്നെ എന്നും പറയാൻ ഉള്ളോ? എന്നും ഈ വചനമേ പറയാൻ ഉള്ളോ? ഞങ്ങൾക്ക് വേറെ ഒന്നും തരാൻ ഇല്ലയോ? ഈ സാരമില്ലാത്ത കാര്യം ഞങ്ങൾക്ക് മടുത്തുന്നു. അതായത് വചനത്തെ ഞങ്ങൾക്ക് എന്ത് ചെയ്തു? മടുത്തു. ഞാൻ പറയുന്ന കാര്യമല്ല, നമ്മളിവിടെ വായിച്ച കാര്യമാണ്. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിൻ്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. കണ്ടോ? ഇത് തെരഞ്ഞു പിടിച്ചെന്ത് ചെയ്യും? ആക്രമിക്കും. എല്ലാവരെയും വളഞ്ഞിട്ട് എന്ത് ചെയ്യത്തില്ല? കൊത്തത്തില്ല. വചനത്തെ ഏറ്റെടുക്കുന്നവരൊരു സഭയെ കാണും. വചനത്തെ സാരമില്ലാതെ തള്ളിക്കളയുന്നവരെന്ത് ചെയ്യും? കാണും. വചനത്തെ പൂർണ്ണ ഗൗരവത്തോടെ ഏറ്റെടുക്കുന്നവർ അഗ്നിസർപ്പം എന്ത് ചെയ്യത്തില്ല? തൊടൂല. വചനത്തെ ലാഘവത്തോടു കൂടി എടുക്കുന്നവരെന്ത് ചെയ്യും? ഇത് അറ്റാക്ക് ചെയ്യും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? സ്പിരിച്വൽ ഡെത്ത്, ആത്മീയ മരണം സംഭവിക്കും. അന്ന് ഫിസിക്കൽ ഡെത്ത് എന്ത് ചെയ്തു? സംഭവിച്ചു. നിത്യജീവന്റെ മൊഴികൾ കേൾക്കാൻ ചെവി തുറന്നിരുന്നാൽ അഗ്നിസർപ്പം നിന്നെ എന്ത് ചെയ്യത്തില്ല? തൊടത്തില്ല. അവ ജനത്തെ എന്ത് ചെയ്തു? കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ഇന്നും വചനത്തെ ശരിയാമണ്ണം കേൾക്കാൻ ചെവി തുറക്കാത്തവരൊക്കെ ഈ അഗ്നിസർപ്പം എന്ത് ചെയ്തിരിക്കുകയാണ്? അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അവരെല്ലാം ആത്മീയ നിദ്രയിലാണ്. ആത്മീയ മരണം എന്ത് ചെയ്തിരിക്കുന്നു? പ്രാപിച്ചിരിക്കുകയാണ്. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു. ജനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇവർ ശാഠ്യം കാണിക്കും, മത്സരം കാണിക്കും, പെറുപെറുക്കും, കുറ്റാരോപണം നടത്തും, എല്ലാം ചെയ്യും. അവസാനം ദൈവത്തിൽ നിന്നുള്ള ശിക്ഷണം വരുമ്പോൾ എന്ത് പറ്റും? ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വീണ്ടും ആരെടുത്ത് വന്നു? മോശയ്ക്കും ദൈവത്തിനെതിരെ നിന്നവർ പിന്നെ ഈ പ്രോബ്ലം വന്നപ്പോഴത്തേക്ക് ഇവർക്ക് ആരെ വേണം? ദൈവത്തെ വേണം, മോശയെ വേണം. അടി കിട്ടുമ്പോൾ എപ്പോഴും ഉള്ളൊരു ഒരു താല്പര്യം ഇതാണ് ആൾക്കാർക്ക്. അതുവരെ ദൈവം വേണ്ട, അടി കിട്ടിയാൽ മാത്രം അവർക്ക് ആര് വേണം? ദൈവം വേണം, അധ്യക്ഷനും വേണം. ഞാൻ വായിക്കുന്ന വചനത്തിൽ നിന്നുള്ള കാര്യമാണ് കേട്ടോ. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. അന്നത്തെ ജനത്തിന് വളരെ വ്യക്തമായ ബോധ്യം ഉണ്ടായി. ഞാൻ സംസാരിച്ചത് ആർക്കെതിരെയാണ്? ദൈവത്തിനെതിരെയും ദൈവം വച്ചിരിക്കുന്ന അധ്യക്ഷനെതിരെയാണ് എന്ത് ചെയ്തത്? പാപം ചെയ്തു എന്നുള്ള ബോധ്യമുണ്ട്. ഇന്ന് പലപ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ് സ്പിരിച്വൽ ഡെത്തിൽ നിന്ന് ജീവനിലേക്ക് പലർക്കും എന്ത് ചെയ്യാൻ പറ്റാത്ത, പുറത്തു വരാൻ കഴിയാതിരിക്കുന്നത്. അങ്ങനെ അവർക്ക് ആ ബോധ്യത്തിൽ നിന്ന് ഞങ്ങൾ പാപം ചെയ്തു, സർപ്പങ്ങളുടെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് ജനം മോശയോട് എന്ത് ചെയ്തു? പറഞ്ഞു. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഈ കാര്യത്തെ എടുത്തുകൊണ്ടാണ് കർത്താവ് പരസ്യ ശുശ്രൂഷയിൽ പ്രാരംഭ സമയത്തിൽ കർത്താവ് പറയുന്നത്. യോഹന്നാൻ 3:14 മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ആരുയർത്തും? പിതാവാം ദൈവം പുത്രനാം ക്രിസ്തുവിനെ ഉയർത്തും. എന്തിനു വേണ്ടി? ഈ അഗ്നിസർപ്പത്തിന്റെ കടിയിൽ അമർന്നു കിടക്കുന്ന, ആത്മീയ മരണം സംഭവിച്ചു കിടക്കുന്ന, ദൈവമാരാണെന്ന് അറിയാൻ കഴിയാതെ കിടക്കുന്ന, ആത്മമണ്ഡലത്തിൽ ജീവനില്ലാതെ കിടക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ നോക്കണം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിതനായ ലോകരക്ഷിതാവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. നശിച്ചു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ അഗ്നിസർപ്പത്താൽ നശിച്ചു പോകാനുള്ളവർ ഒരു കാരണവശാലും ക്രൂശിൽ എന്ത് ചെയ്യത്തില്ല? നോക്കത്തില്ല. വിശ്വസിക്കുന്ന നമുക്കോ അതിൽ നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ജീവരക്ഷയാണ്, ആത്മരക്ഷയാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, വിശ്വസിക്കുന്ന നമുക്കോ ജീവരക്ഷ. അങ്ങനെ മോശ പിത്തള സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ യേശു ക്രിസ്തുവാണ് ക്രൂശിൽ എന്ത് ചെയ്തത്? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് ക്രിസ്തുവേശുവിലൂടെ നമുക്ക് രക്ഷ എന്തിയിരിക്കുന്നു? നമുക്ക് വന്നിരിക്കുന്നു.
മോശ കൊടിമരത്തിന്മേൽ തൂക്കിയ സർപ്പം താമ്രം കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലിരുന്ന ദൈവം നമ്മെപ്പോലെ ഒരു ശരീരത്തിൽ കർത്താവ് എന്ത് ചെയ്തു, വന്നു. താമ്ര സർപ്പത്തിന്റെ രൂപത്തിന് രൂപമുണ്ട്, പക്ഷെ ആ താമ്രത്തിൽ എന്തില്ല, വിഷമില്ല. യേശുക്രിസ്തു ജഡത്തിൽ ഈ ഭൂമിയിൽ എന്ത് ചെയ്തു, ജീവിച്ചു. മനുഷ്യനിൽ ഉള്ള വിഷം ആർക്കില്ല, യേശുവിലില്ല. അവനിൽ പാപമില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ നിഷ്കളങ്കൻ, നിർദോഷി, പവിത്രനായവൻ. അന്ന് പിത്തള സർപ്പത്തെ ഉയർത്തിയപ്പോൾ പിത്തള സർപ്പത്തിൽ എന്ത് ആ രൂപമാണുള്ളത്, അതുപോലെ മനുഷ്യന്റെ രൂപത്തിൽ പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമാക്കപ്പെടുമ്പോൾ അതിലേക്ക് ആരാണോ നോക്കുന്നത്, വിശ്വസിക്കുന്നത്, അവർക്ക് സാത്താന്റെ കടിയിൽ നിന്നുള്ള ആത്മീയ മരണത്തിൽ നിന്ന് നിത്യജീവൻ പ്രാപിക്കാൻ അവർക്ക് കഴിയും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. എപ്പോഴാണ് ഈ ലജ്ജിച്ചു പോകാത്തൊരു അനുഭവം ഉണ്ടാകുന്നത്? ഭൂമിയിൽ നമുക്ക് ലജ്ജയൊക്കെ എന്ത് ചെയ്യും, ഉണ്ടാവും. ഹല്ലേലൂയ. കർത്താവിനെ പോലും ക്രൂശിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ വസ്ത്രം ചീട്ടിടാൻ ആളുണ്ടായിരുന്നു. ചൂതാട്ടക്കാർ. നിന്ദിതനായില്ലേ, ലജ്ജിതനായില്ലയോ? കർത്താവിൻ്റെ വരവിൽ അവർ തന്നിൽ വിശ്വസിക്കുന്നവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. തേജസ്കരണത്തിൻ്റെ അനുഭവം അവർ പ്രാപിക്കും. ചിലർ നിത്യലജ്ജയിലേക്ക് എന്ത് ചെയ്യും, മാറ്റപ്പെടും. ഇന്ന് കർത്താവിങ്കിൽ നോക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ ക്രൂശ് മരണത്തെക്കുറിച്ച് കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ സമയങ്ങളിൽ തന്നെ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മളത് വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, ബോധ്യമാക്കണം. കർത്താവിൻ്റെ ക്രൂശ് മരണവും പുനരുദ്ധാനത്തെയും കുറിച്ച് കർത്താവ് സുവിശേഷ ഭാഗങ്ങളിൽ, കർത്താവിൻ്റെ യാത്രകളിൽ കർത്താവ് വെളിപ്പെടുത്തിയാണ് യാത്ര ചെയ്തിരുന്നത്. ഹല്ലേലൂയ. സകല മനുഷ്യരുടെയും പാപത്തിനു വേണ്ടി, അതിൻ്റെ പരിഹാരത്തിനായി താൻ മരിക്കണം എന്നുള്ള സത്യം സന്ദർഭം ലഭിച്ചപ്പോഴൊക്കെയും ശിഷ്യന്മാരെ കർത്താവ് ഓർമ്മപ്പെടുത്തിയിരുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 38-ാം വാക്യം. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, കർത്താവ് സന്ദർഭം ലഭിച്ചപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരെ ആലങ്കാരികമായിട്ട് കർത്താവ് എന്ത് ചെയ്തിരുന്നു, കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാൻ, ഞാൻ ഏൽക്കുന്ന സ്നാനമേൽപ്പാൻ. കർത്താവ് നമുക്ക് വേണ്ടി, മാനവകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി കർത്താവിൻ്റെ മേൽ ചുമത്തപ്പെട്ട ആ പാനപാത്രം അത് കർത്താവ് ഏറ്റെടുത്തു. ഹല്ലേലൂയ. അത് ആർക്കും എന്തല്ല, സാധ്യമാകുന്ന കാര്യമല്ല. കർത്താവ് ഏൽക്കുന്ന സ്നാനം മരണത്തിലൂടെ കർത്താവ് പുനരുദ്ധാനത്തിലേക്ക് വരുന്നു. അക്ഷരാർത്ഥത്തിലെ ക്രൂശ് മരണത്തിലൂടെ പുനരുത്ഥാനത്തിലേക്ക് കർത്താവ് വരുന്ന ഒരു മനുഷ്യനെ രക്ഷിക്കേണ്ടുന്നതിനുള്ള ദൈവിക മഹത്വത്തെ ക്രൂശിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ശിഷ്യന്മാരോട് അത് ചോദിക്കുകയാണ്, നിങ്ങൾക്കിത് കഴിയുമോ? വീണ്ടും നമ്മൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ 42-ാം വാക്യം, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഈ പാനപാത്രം എന്ന് പറയുന്നത് മാനവകുലത്തിൻ്റെ സകല പാപങ്ങളും യേശുവിൻ്റെ മേൽ പിതാവാൻ ദൈവം എന്ത് ചെയ്യുന്നു, ചുമത്തുന്നു. പാപം ചുമത്തപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്, അന്യപ്പെടുകയാണ്. ആ വേർപാടിനെയാണ് മരണമെന്ന് പറയുന്നത്. അപ്പോൾ ക്രൂശ് മരണത്തിൽ കർത്താവ് നമ്മുടെ പാപങ്ങൾ ചുമക്കപ്പെട്ടപ്പോൾ പിതാവിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു, വേർപെടപ്പെടുന്ന അനുഭവം ഉണ്ടാവുകയാണ്. അതാണ് കർത്താവിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാതായത്. ആ വേർപാട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റാത്തതായത് കൊണ്ട് ഇതല്ലാതെ വേറെ മാർഗം ഇല്ലയോ? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ എന്ത് ചെയ്യട്ടെ ആകട്ടെ എന്ന് പറയുമ്പോൾ ഞാനും നമ്മൾ ഓരോരുത്തരും നിത്യമായ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം തൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തു
ക്രൂശിൽ പരമയാഗമായി തീരണമെന്നുള്ളതായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ ജീവിക്കേണ്ടുന്നതിന്, നമ്മൾ ജീവിക്കേണ്ടുന്നതിന് തൻ്റെ ഏകജാതനായ പുത്രൻ മരിക്കണമെന്നുള്ളതായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം. അതല്ലാതെ എന്നെ രക്ഷിക്കാൻ എന്ത് ചെയ്യത്തില്ല, അതല്ലാതെ ദൈവത്തിൻ്റെ നീതി നിവർത്തിയാക്കാൻ എന്ത് ചെയ്യത്തില്ല, സാധ്യമല്ല. കാരണം പ്രമാണം അനുസരിക്കാത്തവൻ അതിനാൽ മരിക്കുമെന്നുള്ള ശിക്ഷാവിധി എൻ്റെ മേൽ വരേണ്ടുന്നതിന് പകരം യേശുവിൻ്റെ മേൽ അത് ചുമത്തപ്പെട്ടു. ദൈവത്തിൻ്റെ നീതി എന്ത് ചെയ്യേ പറ്റൂ, നിവർത്തിയായപ്പെട്ടേ പറ്റൂ. പ്രമാണത്തെ കൊടുത്തു. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിലും ദൈവം പറഞ്ഞ എന്താണ്? ജീവവൃക്ഷത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യൻ അറിവിന്റെ വൃക്ഷത്തെ അവൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ വീണുപോയ മനുഷ്യനെ ദൈവം അവനെ അന്ന് സന്ദർശിച്ചിട്ട് അവനൊരു വാഗ്ദാനം കൊടുക്കുന്നു. ഈ സർപ്പത്തിന്റെ തലയെ സ്ത്രീയുടെ സന്തതി തകർക്കും, അവനോ ഇവന്റെ കുതികാൽ എന്ത് ചെയ്യും, തകർക്കും. തകർത്തില്ലയോ? രണ്ട് തകർക്കൽ അവിടെ നടക്കുകയാണ്. ഒന്ന്, സർപ്പത്തിന്റെ തലയെ ക്രൂശിൽ എന്ത് ചെയ്തു, തകർത്തു. പക്ഷെ പിശാച് ദൈവപുത്രന്റെ കുതികാൽ എന്ത് ചെയ്തു, തകർത്തു. അവന്റെ രണ്ട് കാലുകളും ക്രൂശിന്മേൽ വെച്ച് അവന്റെ കുതികാലിൽ ആണി അടിച്ച് തകർത്തു. ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്. ക്രിസ്തു തകർക്കപ്പെടുമെന്നുള്ള ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയാണ്. ക്രൂശിലൂടെ തകർത്തത് പിശാചിന്റെ തലയാണ്. നമ്മുടെ പാപങ്ങൾ അവന്റെ മേൽ ചുമത്തപ്പെട്ടത് കൊണ്ട് കർത്താവിന്റെ കുതികാൽ ക്രൂശിൽ എന്ത് ചെയ്തു, ആണികളാൽ തറയ്ക്കപ്പെടുന്നു. അവന്റെ കൈകൾ ആണികളാൽ തറയ്ക്കപ്പെടുന്നു. എന്റെ ശിക്ഷാവിധി അവന്റെ മേലായി. പാപത്തിന്റെ ശമ്പളം മരണം. ആരുടെ മേലായി? ക്രിസ്തുവിന്റെ മേൽ. പാപത്തിന്റെ ശമ്പളം മരണവും ദൈവത്തിന്റെ കൃപാവരം നിത്യജീവൻ. ആ കൃപാവരം ആർക്ക് ലഭിച്ചു? നമുക്ക്. ആ കൃപാവരം എന്ന് പറഞ്ഞ എന്താണ്? പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവിൽ അധിവസിച്ചിരുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവർക്ക് ലഭിച്ചപ്പോൾ പാപത്തിന്റെ ശമ്പളം, എൻ്റെ പാപത്തിന്റെ ശമ്പളം ക്രിസ്തുവിൽ എന്ത് ചെയ്തു, സംഭവിച്ചു. ദൈവത്തിൽ നിന്ന് നമ്മളോടുള്ള കൃപാവരമായ പരിശുദ്ധാത്മാവ് വിശ്വാസത്താൽ പ്രാപിക്കുന്നവന് നിത്യജീവൻ അവന് ലഭിക്കുക. ക്രൂസിലൂടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അത് അവകാശമാക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് മറ്റൊരു ഉപമ മത്തായി എഴുതിയ സുവിശേഷം 21-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവകാശിയായ ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ പറയുന്നു. 21-ന്റെ 38-ാം വാക്യത്തിൽ, ഇവൻ അവകാശി, വരുവിൻ നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളാം. ഇവിടെ കർത്താവ് ഉപമയിലൂടെ എന്ത് ചെയ്യണം, സംസാരിക്കാം. സകലത്തിനും അവകാശിയായവനെ ക്രൂശിച്ചു കൊല്ലുന്ന കാര്യത്തെക്കുറിച്ച് കർത്താവ് ഉപമയിലൂടെ എന്ത് ചെയ്യുന്നു, പറയുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് കാണാനാണ് പൊതുവെ ആൾക്കാർക്ക് എന്ത് താല്പര്യം. പക്ഷെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം മറപൊരുളായി ഒരു കാര്യം യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. അത് രഹസ്യമായതും എന്നാൽ അന്വേഷിക്കുന്നവർക്ക് അത് പരസ്യമായതുമായ കാര്യമാണ്. എന്തിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ്? തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചിട്ടുള്ള കാര്യം, അതിനനന്തരം ലഭിക്കുന്ന നിത്യജീവനെ കുറിച്ചിട്ടുള്ള കാര്യം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആരംഭം മുതൽ തന്നെ എന്ത് ചെയ്തിരുന്നു, അതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു. വിശ്വാസികൾ ഇന്നും യേശുവിൻ്റെ ശുശ്രൂഷയിൽ ആരംഭ സമയം മുതൽ പറഞ്ഞിരിക്കുന്ന ക്രൂശീകരണത്തെക്കുറിച്ചോ അതിനപ്പുറത്തേക്ക് നിത്യജീവനെ കുറിച്ചിട്ടുള്ള വചനങ്ങൾ അവർക്ക് കേൾക്കാനോ ധ്യാനിക്കാനോ ആ അനുഗ്രഹം പ്രാപിക്കുവാനോ താല്പര്യമില്ല. പകരം കേവലം മറ്റു ഭൗമികമായ നന്മകൾ, ശുശ്രൂഷകൾ ചെയ്യുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പ്രാപിക്കുവാനാണ് ജനത്തിന് താല്പര്യം. അതുകൊണ്ട് നിത്യജീവനിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ ക്രൂശിലൂടെ, അവൻ്റെ പുനരുദ്ധാനത്തിലൂടെ നമ്മൾ നിത്യജീവൻ അവകാശമാക്കുവാനുള്ള വചനത്തിലെ ജ്ഞാനം, വചനത്തിലെ വെളിപ്പാട്, വചനത്തിലെ വ്യാഖ്യാനം നമുക്ക് പരിശുദ്ധാത്മാവ് തരുമ്പോഴാണ് നമ്മൾ അതിലൂടെയുള്ള വിശ്വാസം നമുക്ക് അനുഗമിപ്പാൻ കഴിയുന്നതും അതിലൂടെ നമുക്ക് നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയുന്നതും. ഹല്ലേലൂയ. കർത്താവിനെ ക്രൂശിക്കപ്പെടുമ്പോൾ ആ രാത്രിയിൽ 7 ആവർത്തിയാണ് കർത്താവിനെ ന്യായവിസ്താരം എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. ഈ 7 ആവർത്തിയിൽ പല
അധികാരങ്ങൾ ന്യായവിസ്താരം നടത്തിയിട്ടും കർത്താവിൽ ഒരു കുറ്റം എന്ത് ചെയ്തില്ല, കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യില്ല, കഴിഞ്ഞില്ല, കണ്ടെത്തിയില്ല. കർത്താവിൽ കുറ്റമില്ല, അത് തന്നെയാണ് കാരണം. കണ്ടെത്താൻ ശ്രമിച്ചാലും എന്ത് ചെയ്യത്തില്ല, കണ്ടെത്താൻ കഴിയത്തില്ല. കാരണം കർത്താവിൽ പാപമില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, നിർദോഷി, പവിത്രനായവൻ. ഹല്ലേലൂയ. കർത്താവിനെ ഈ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കാൻ പീലാത്തോസ് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ജനം എന്ത് ചെയ്യുന്നു, ആ കാര്യങ്ങളൊന്നും ചെവിക്കൊള്ളാതെ തന്നെ പുരുഷാരം ആവർത്തിച്ചാവർത്തിച്ച് വിളിച്ചുകൊണ്ടിരുന്ന എന്താണ്, ഇവനെ എന്ത് ചെയ്യുക, ക്രൂശിക്കുക എന്നുള്ളത്. യേശുവിൻ്റെ മരണം ക്രൂശ് മരണമാണ് എന്നുള്ള കാര്യം പിതാവിന് നിശ്ചയിച്ച കാര്യമാണ്. പക്ഷെ ഇവിടെ അധികാരം യേശുവിനെ ക്രൂശ് മരണത്തിൽ നിന്ന് വിടിവിക്കാൻ ശ്രമിക്കുമ്പോഴും ജനവും അറിഞ്ഞോ അറിയാതെയോ അവരും ആവർത്തിച്ച് എന്ത് ചെയ്യാണ്, പറയുകയാണ്, ഇവനെന്ത് ചെയ്യുക, ക്രൂശിക്കുക. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്ക് വരും. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവനോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് എന്ത് ചെയ്തു, ആർത്ത് വിളിച്ചു. ആരൊക്കെ വിളിച്ചു? മഹാപുരോഹിതന്മാരും ചേവകന്മാരും സകല ജനവും എന്ത് ചെയ്തു, ആർത്ത് വിളിച്ചു. പീലാത്തോസ് അവനോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിക്കും. കണ്ടോ, പീലാത്തോസ് കൈയൊഴിയാണ്. കാരണം പീലാത്തോസിന് കാര്യം മനസ്സിലായി, ഇവനിൽ എന്തില്ല, തെറ്റ് കുറ്റം ഇല്ല. നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ, ഞാനോ അവന് കുറ്റം കാണുന്നില്ല. അതേ അധ്യായത്തിന്റെ തന്നെ 15-ാം വാക്യത്തിലേക്ക് വരാം. അവരോ കൊന്നുകളക കൊന്നുകളക, അവനെ ക്രൂശിക്ക എന്ന് എന്ത് ചെയ്തു, നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു. അതിന് മഹാപുരോഹിതന്മാർ, ഞങ്ങൾക്ക് കൈസരല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവൻ പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കേണ്ടുന്നതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തു? മഹാപുരോഹിതന്മാർക്ക്. അപ്പോൾ യേശുവിനെ ക്രൂശിച്ചത് ആരാണ്? മഹാപുരോഹിതന്മാർ. അന്നും ഇന്നും കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്നത് അധികാരങ്ങളാണെന്നുള്ള കാര്യം ഈ വചനങ്ങളിലൂടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ മരണം ക്രൂശ് മരണം തന്നെയാണ് എന്നുള്ള കാര്യം പിതാവാം ദൈവം നിശ്ചയിച്ചതാണ്. പക്ഷേ അത് ഭൂമിയിലും അതങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യം ജനവും എന്ത് ചെയ്തു, അധികാരങ്ങൾ എന്ത് ചെയ്തു, അത് നിശ്ചയിച്ചു. അങ്ങനെ തലയോടിടം എന്ന സ്ഥലത്തിലേക്ക് കർത്താവ് തൻ്റെ ശരീരത്തെ തറച്ചു കൊല്ലുവാനുള്ള ആ ഭാരമേറിയ ക്രൂശ് കർത്താവ് എന്ത് ചെയ്തു, വഹിച്ചുകൊണ്ട് മുകളിലേക്ക് കയറുമ്പോൾ അവിടെ കർത്താവിനെ പരസ്യമായിട്ട് എന്ത് ചെയ്യാണ്, അവൻ്റെ അന്തിമമായിട്ട് അവൻ്റെ വസ്ത്രത്തിന് വരെ എന്ത് ചെയ്യുന്നു, ചീട്ടിടുകയാണ്. ഈ മന്ദിരം പൊളിപ്പിൻ, ഞാനത് 3 ദിവസം കൊണ്ട് പണിയും എന്ന് പറഞ്ഞ കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു, ആവർത്തിച്ച് ചോദിച്ചിട്ട് കർത്താവിൻ്റെ എന്ത് ചെയ്യുന്നു, പരിഹസിക്കുന്ന സകല മനുഷ്യരുടെ നിന്ന കർത്താവിൻ്റെ മേൽ ചുമത്തപ്പെട്ടു. ക്രൂശിൽ കിടന്ന കള്ളനും കർത്താവിനെ എന്ത് ചെയ്തു, പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ എന്ത് ചെയ്തു, രക്ഷിച്ചു. തന്നെത്താൻ രക്ഷിപ്പാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല എന്നെന്ത് ചെയ്യുന്നു, ആക്ഷേപിച്ച് പറയുകയാണ്. ഇവൻ ഇസ്രായേലിന്റെ രാജാവാണെങ്കിൽ എന്ത് ചെയ്യട്ടെ, ഇറങ്ങി വരട്ടെ എന്ന് എന്ത് ചെയ്യുന്നു, ചോദ്യം ചെയ്യുന്നു. കർത്താവിനെ നിന്ദിക്കുകയും അടിക്കുകയും തുപ്പുകയും മുഖത്തെ രോമം വലിച്ചു പറിക്കുകയും കർത്താവിൻ്റെ മുൾക്കിരീടം തലയിൽ അടിക്കുമ്പോൾ ചരിത്രകാരന്മാർ പറയുന്നതിൻ്റെ കട്ടിയുള്ള മുള്ള് തലയോട് പൊട്ടിച്ച് കണ്ണിനകത്തൂടെ പുറത്തു വന്നെന്നാണ് പറയുന്നത്. കരുണയുള്ള കണ്ണെന്നാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്. അവൻ രോഗികളെ കരുണയോടുകൂടി നോക്കി. അല്ലെങ്കിൽ ആ കണ്ണുകൾ എന്ത് ചെയ്തു, തളയ്ക്കപ്പെട്ടു. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ കരങ്ങൾ ആശ്വസിപ്പിച്ച കരമാണ്. നമുക്കറിയാം വചനത്തിൽ കുഷ്ഠരോഗിയെ തൊട്ട കൈയാണ്. ഗ്ലോറി ടു ഗോഡ്. സമാധാനമില്ലാതിരുന്നവർക്ക് ആശ്വാസം കൊടുത്ത കൈയാണ്. ആ കൈകളെ കർത്താവ് എൻ്റെ ശിക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിപ്പാൻ വേണ്ടി, എൻ്റെ പാപങ്ങൾ കർത്താവിൻ്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ കരങ്ങൾ ക്രൂസിലേക്ക് ഒരു കൈ തറച്ചതിന് ശേഷം മറ്റേ കൈ ഇളുത്ത് വലിച്ചാണ് എന്ത് ചെയ്യുന്നത്. അത്രമാത്രം നമ്മെ അവൻ എന്ത് ചെയ്തു, സ്നേഹിച്ചു. ക്രൂസിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ നിലനിൽക്കുമ്പോൾ എൻ്റെ പാപങ്ങൾ
അവൻ്റെ മേൽ ചുമത്തപ്പെട്ടത് കൊണ്ടാണ്. എന്നെ ഇത്രമാത്രം അവൻ സ്നേഹിക്കുന്നു എന്ന് രണ്ട് കരങ്ങളും അങ്ങേയറ്റം വിടർത്തിക്കൊണ്ട് കർത്താവ് എന്നെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്ന ആ ചിത്രം നമ്മളുടെ മനസ്സിൽ കിടന്നാൽ കർത്താവിനെ വീണ്ടും ആവർത്തിച്ച് ക്രൂശിക്കേണ്ടിയതിന് നമ്മൾ പാപം ആവർത്തിക്കത്തില്ല. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം നമ്മുടെ ഉള്ളത്തിൽ ആ ശക്തി തരുമ്പോൾ നമുക്ക് രക്ഷ അനുഭവമാക്കുവാൻ തക്കൊണ്ട് എന്ത് ചെയ്യും? ഇടയായിത്തീരും. അപ്പോസ്തലപ്രവൃത്തി 8-ാമത്തെ അധ്യായം 32-ാം വാക്യം പത്രോസിന്റെ പ്രസംഗമാണ്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്രിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. എത്യോപ്യ രാജ്ഞിയുടെ കൊട്ടാരത്തിലെ ഷണ്ണനോട് സുവിശേഷം അറിയിക്കുന്ന രംഗമാണ്. യേശുവിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ക്രൂശ് മരണത്തെ കുറിച്ച് യെശയ്യാവിന്റെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിൽ നിന്ന് എടുത്തറിയിക്കുന്ന പ്രസംഗം. അന്ന് പ്രസംഗിച്ച പ്രസംഗം എന്താണ്? ക്രൂശിന്റെ വചനം. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ പ്രസംഗിക്കപ്പെടേണ്ടിയ വചനം ക്രൂശിന്റെ വചനമാണ്. ഇന്ന് ജനത്തിന് ആഗ്രഹം എന്താണ്? അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ആവർത്തിച്ച് ചെയ്യപ്പെടാൻ താല്പര്യപ്പെടുന്നവർ, അത് അവർക്ക് ലഭിക്കാൻ, ഭൗമികമായ നന്മകൾ ഉണ്ടാകാനാണ് ജനം എന്ത് ചെയ്യുന്നത്? പലപ്പോഴും പലയിടത്തും എന്ത് ചെയ്യുന്നത്? സ്നാനപ്പെടുന്ന അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിന്റെ കാതലായ സംഭവം ക്രൂശിന്റെ വചനമാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. 4-ാമത്തെ അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 4-ാമത്തെ അധ്യായത്തിൽ 10-ാം വാക്യം. അവിടെയും പത്രോസിന്റെ ശക്തമായ പ്രസംഗത്തിന്റെ ശബ്ദം, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളട്ടെ. കണ്ടോ? നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറേനായ യേശുക്രിസ്തുവിന്റെ നാമം. ഗ്ലോറി ടു ഗോഡ്. ക്രൂശിന്റെ വചനം 10-ാമത്തെ അധ്യായത്തിൽ 39-ാം വാക്യത്തിലേക്ക് വരാം. അപ്പോസ്തലപ്രവൃത്തി 10:39. യഹൂദ്യാദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടി തിന്നുകുടിച്ചവരായ ഞങ്ങൾക്കും തന്നെ പ്രത്യക്ഷനായി. അവൻ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനത്തെക്കുറിച്ച് അതിധൈര്യത്തോടുകൂടി പ്രസംഗിച്ച അപ്പോസ്തലന്മാർ, ന്യായപ്രമാണ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പാപത്തിന്റെ പരിഹാരത്തിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് ഇവനിൽ തന്നെ എന്ന് ന്യായപ്രമാണ പുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് തെളിയിച്ച അപ്പോസ്തലന്മാർ, ചെറുതും വലുതുമായിട്ടുള്ള പ്രവചന പുസ്തകത്തിൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കുറിച്ച് വളരെ വ്യക്തമായി വചനത്തിലൂടെയുള്ള വെളിപ്പാടുകൾ പ്രാപിച്ച് അത് ഇവൻ തന്നെ എന്ന് തറപ്പിച്ചും ഉറപ്പിച്ചും പ്രസംഗിച്ച അപ്പോസ്തലന്മാർ, സങ്കീർത്തന പുസ്തകങ്ങളിൽ യേശുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ദർശനത്തിലൂടെയും വെളിപ്പാടിലൂടെയും ദൈവവചന വ്യാഖ്യാന വരങ്ങളിലൂടെയും ദൈവത്തെക്കുറിച്ച് കൃത്യമായി അരുളപ്പാടും കാഴ്ചപ്പാടും ലഭിച്ച അപ്പോസ്തലന്മാർ ന്യായപ്രമാണത്തിൽ നിന്നും പ്രവാചക പുസ്തകത്തിൽ നിന്നും സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ജനത്തിന് പാപമോചനത്തെ വെളിപ്പെടുത്തി കൊടുത്ത് രക്ഷിക്കപ്പെടുവാനുള്ളവർ, നീതീകരിക്കപ്പെടുവാനുള്ളവർ, ശുദ്ധീകരണം പ്രാപിക്കാനുള്ളവർ, തേജസ്കരണം പ്രാപിക്കാനുള്ളവരെ ക്രൂശിന്റെ വചനത്തിന്റെ മഹത്വത്തെ അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതേ അഭിഷേകത്തിലൂടെയുള്ള ദൈവിക ശുശ്രൂഷകൾ ഈ അന്ത്യകാലത്തിൽ വെളിപ്പെടാത്ത പക്ഷം രക്ഷ എന്നുള്ള കാര്യം വിശ്വാസികൾക്ക് അന്യമായി പോകും.
രക്ഷ അന്യമായാൽ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷയും നീതീകരണത്തിന് അനന്തരമുള്ള നിത്യജീവനും നഷ്ടമായി പോകും. ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ദൈവശക്തിയാണ്. നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്. ഹല്ലേലൂയ. ആദ്യ നൂറ്റാണ്ടുകളിൽ അഭിഷിക്തന്മാർ ലോകരക്ഷിതാവിനെ വചനത്തിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചു. ഹല്ലേലൂയ. വചനത്തിലൂടെ കർത്താവിന്റെ രക്ഷയെക്കുറിച്ച്, നീതീകരണത്തെക്കുറിച്ച്, ശുദ്ധീകരണത്തെക്കുറിച്ച്, തേജസ്കരണത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന, വെളിപ്പെടുത്തി കൊടുക്കുന്ന അധികാരം ഈ അന്ത്യനാളുകളിൽ ദൈവസഭയിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. എന്നാലേ രക്ഷിക്കപ്പെടുന്ന അനുഭവം എന്ത് ചെയ്യത്തുള്ളൂ? ഉണ്ടാകത്തുള്ളൂ. ഇന്ന് ആൾക്കാർ യേശുവിനെ വിശ്വസിക്കുന്നത് എന്തിനാണ്? വിശ്വസിച്ചാൽ അത് കിട്ടും, ഇത് കിട്ടും, എല്ലാം കിട്ടും. എന്നിട്ട് വിശ്വസിച്ചവൻ എവിടെ? നിത്യ നരകത്തിൽ പോവും. രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. നീതീകരണം പ്രാപിക്കാൻ വിശ്വസിക്കണം. നിത്യജീവൻ അവകാശം പ്രാപിക്കാൻ വിശ്വസിക്കണം. തേജസ്കരണം പ്രാപിക്കാൻ വിശ്വസിക്കണം. പുനരുദ്ധാനം പ്രാപിക്കാൻ വിശ്വസിക്കണം. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറെ ഒരു നാമമില്ല എന്ന് നാം ദൈവവചനത്തിലൂടെ നാം തിരിച്ചറിയുന്നു. ഗ്ലോറി ടു ഗോഡ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം 18-ാം വാക്യത്തിലേക്ക് വരാം. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി. യേശുവിന്റെ ശരീരം ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച് കൊണ്ട് നീതിമാനായി. അല്ലാത്ത പക്ഷം മനുഷ്യന് ദൈവത്തോട് എന്ത് ചെയ്യാൻ പറ്റില്ല? അടുക്കാൻ പറ്റത്തില്ല. പാപത്തിൽ വീണുപോയ ഒരു ജഡ ശരീരത്തിനും ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അനുസരിക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ടി അവൻ ശിക്ഷാവിധിയും ഏറ്റെടുത്തു. ദൈവത്തോട് നിരപ്പിക്കേണ്ടുന്നതിന് ന്യായപ്രമാണത്തെ പൂർണ്ണമായി ക്രിസ്തു എന്ത് ചെയ്തു? അനുസരിച്ചു. അതിലൂടെ ലഭിക്കുന്ന നീതീകരണം വിശ്വസിക്കുന്നവർക്ക് വിശ്വാസത്താൽ യേശുക്രിസ്തു മുഖാന്തരം പിതാവാൻ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ കഴിയും. അതാണ് അവിടെ വായിക്കുന്നത്. ക്രിസ്തുവും നമ്മെ പിതാവാൻ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി. ഹല്ലേലൂയ. നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ക്രിസ്തു ജഡത്തിൽ എൻ്റെ മരണശിക്ഷ ഏറ്റെടുത്തു. എൻ്റെ ശിക്ഷാവിധി അവൻ ഏറ്റെടുത്തു. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ജീവിക്കപ്പെടേണ്ടുന്നതിന് കർത്താവ് പുനരുദ്ധാനം എന്ത് ചെയ്തു? എനിക്ക് വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായ നിത്യജീവൻ ക്രിസ്തു അവകാശമാക്കി. അത് ഞാൻ വിശ്വസിക്കുമ്പോൾ, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ എനിക്കും ആ നീതീകരണം അവകാശമാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വരാം. 1-ാമത്തെ അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും, കണ്ടോ, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് വന്നു, പക്ഷെ അവനിൽ അധിവസിച്ചിരുന്ന ആത്മാവോ ദൈവത്തിൽ നിന്ന് വന്നു. ഹല്ലേലൂയ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കാൻ അവൻ യേശു എന്ന് പേർ വിളിക്കും. അവൻ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ എത്ര വന്നിരിക്കുന്നത്. ഇവിടെ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ള സുവിശേഷം. ദാവീദിന്റെ കുലത്തിൽ നിന്ന് ജനിച്ചു എന്നുള്ളത് കൊണ്ടല്ല. അവൻ ഈ ഭൂമിയിൽ 33.5 വർഷക്കാലം ജീവിച്ചിരുന്നു. ആ 33.5 വർഷക്കാലത്തിൽ 3.5 വർഷക്കാലം അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു എന്നുള്ളതല്ല. ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള പ്രസംഗം അവനെ കുഴിച്ചിട്ടു, അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അവിടെ മുതലുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത്. മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്നുള്ള ചോദ്യത്തിന്, പാപിയായ മനുഷ്യൻ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് ക്രിസ്തുവേശുവിലൂടെയുള്ള ആ മറുപടി ഞങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്? പ്രസംഗിക്കാനുണ്ടെന്നാണ് അപ്പോസ്തലന്മാരുടെ പ്രസംഗം. അവരും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുവെങ്കിലും പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തു ജഡപ്രകാരം ദാവീദിന്റെ കുലത്തിൽ നിന്ന് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് അതോടുകൂടി തീർന്നവനല്ല ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത്. അതിനപ്പുറം പുനരുദ്ധാനം പ്രാപിച്ചവനെയാണ് ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത്.
ആ പ്രസംഗത്തിലൂടെ നിങ്ങൾ ആ ആത്മശക്തി നിങ്ങൾ പ്രാപിക്കുന്നുണ്ടെങ്കിൽ ആ പുനരുദ്ധാനത്തെ പോലെ കർത്താവിൻ്റെ വരവിൽ നിങ്ങൾക്കും പുനരുദ്ധാനം പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. തീമോഥെയോസ് എഴുതിയ 2-ാം ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 8-ാം വാക്യത്തിലേക്ക് വരും. അവിടെയും വായിക്കുന്ന ഇതാണ്: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഗ്ലോറി ടു ഗോഡ്. 33.5 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ച് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ആർക്കും എന്ത് ചെയ്യണ്ട, വേണ്ട. ദാവീദിന്റെ കുലത്തിൽ നിന്ന് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് പുനരുദ്ധാനം പ്രാപിച്ചതിന് അനന്തരമുള്ള കാര്യം ആർക്കും എന്ത് ചെയ്യണ്ട, താല്പര്യമില്ല. ഈ 3.5 വർഷക്കാലം കർത്താവ് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം, ആവർത്തിച്ച് ചെയ്ത് കാണാനാണ് ആൾക്കാർക്ക് അന്നും ഇന്നും താല്പര്യം. പക്ഷേ അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത് മരിച്ച് അടക്കപ്പെട്ട് അവിടെ തീർന്നു പോയെന്ന അനുഭവമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്, പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവിനെയാണ് ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ ഞങ്ങളുടെ നാളുകളെ, ഈ പുനരുദ്ധാനം പ്രാപിക്കുന്നത് എങ്ങനെയാണെന്ന് ക്രിസ്തുവിലൂടെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ സഹായിക്കണം. നീ മർത്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കും, മനുഷ്യപുത്രന്മാരെ ഇവിടെ കയറി വരുവിൻ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അത് എങ്ങനെയാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ചുരുങ്ങിയ നാളുകൾ ദൈവവചനത്തിലെ സുവിശേഷത്തിലൂടെ, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ, ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ, ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ, ഞങ്ങളുടെയും പുനരുദ്ധാനം, ഞങ്ങളുടെയും ശരീരത്തിൻ്റെ തേജസ്കരണം അവനിലൂടെ എങ്ങനെ സംഭവിക്കും, എങ്ങനെ അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയുമെന്നുള്ള വചനത്തിലെ തിരിച്ചറിവിന് വേണ്ടി ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ചുരുങ്ങിയ നാളുകൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ നിങ്ങൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ വചനത്തിലൂടെയുള്ള വെളിപ്പാട് വെളിപ്പെടുത്തി തരുവാൻ ആത്മാവ് സന്നിഹിതനാണ്. ഗ്ലോറി ടു ഗോഡ്. വിശ്വസിക്കുന്ന യഹൂദനും യവനനും പുറംജാതിക്കാർക്ക് ഒരുപോലെ യേശുക്രിസ്തുവിലൂടെയുള്ള ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ കരസ്ഥമാക്കുവാൻ കഴിയും. നീതീകരണത്തിന് അനന്തരം നിത്യജീവൻ കരസ്ഥമാക്കുവാൻ കഴിയും. ദൈവം അവനെ പരസ്യമായി മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ക്രൂശിൽ കർത്താവിനെ ഉയർത്തിയിരിക്കുന്നു. ക്രൂശിന്റെ വചനം നിത്യമായ നാശത്തിലേക്ക് പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാകും. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഹല്ലേലൂയ. മോശ മുതൽ സകല പ്രവാചകന്മാരും ആഗ്രഹിച്ചിരുന്നത് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം ദൈവം വാഗ്ദത്തം കൊടുത്തത് കാണുവാൻ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്നത് കാണുവാൻ ആഗ്രഹിച്ച പ്രവാചകന്മാർ വചനത്തിലൂടെ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുവാൻ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ അവർ ശ്രമിച്ചിരുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ അവസാനമായി പറഞ്ഞു, എലോഹി എലോഹി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്. ഹല്ലേലൂയ. അവിടെ യേശു പിതാവാൻ ദൈവത്തെ ദൈവമെന്ന് അഭിസംബോധന ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ദൈവമേ എന്ന് വിളിക്കാൻ കാരണം? ദൈവം യേശുവിൻ്റെ മേൽ പാപം ചുമത്തിയപ്പോൾ, ഹല്ലേലൂയ, പാപത്താൽ കർത്താവ് പിതാവാൻ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തു? വേർപെട്ടപ്പോൾ പിതാവെ എന്ന് വിളിക്കാനുള്ള ബന്ധം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. എൻ്റെ പാപനിമിത്തം. വീണ്ടും ആ പാപത്തിൻ്റെ പരിഹാരം അവിടെ പൂർണ്ണമാകുമ്പോൾ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ യേശു പറഞ്ഞ എന്താണ്? ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ എന്ത് ചെയ്യുന്നു? ഏൽപ്പിക്കും. തൊട്ടു മുമ്പ് വിളിച്ച എന്താണ്? ദൈവം. എന്തുകൊണ്ടാണ്? പാപം ചുമത്തപ്പെട്ടപ്പോൾ ദൈവവും പിതാപുത്ര ബന്ധം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. ആ ശിക്ഷാവിധി അവൻ്റെ മേൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ആ ബന്ധത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്നു. ആ ഒരു അല്പസമയത്തെ വേർപാട് പോലും ക്രിസ്തുവിന് അത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കളയും എന്ന് പറയുമ്പോൾ പിതാപുത്ര ബന്ധത്തിൽ നിന്നൊരു അല്പസമയം പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതാണ് വേർപാട് എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്നത്. ആ മരണമാണ് ക്രിസ്തു ക്രൂശിൽ എന്ത് ചെയ്തത്? ഏറ്റെടുത്ത്. എൻ്റെ പാപം ചുമത്തപ്പെട്ടപ്പോൾ പിതാവിൽ നിന്ന് വേർപെട്ടു പോയ മരണമെന്ന ശിക്ഷാവിധി കർത്താവ് എന്ത് ചെയ്തു? ഏറ്റെടുത്തു. വീണ്ടും ആ പരിഹാരം വന്നതിന് ശേഷം ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഏദൻ തോട്ടത്തിൽ പാപത്തിൽ ആണ്ടുപോയ മനുഷ്യൻ
ദൈവത്തിന്റെ കാലൊച്ച കേട്ടപ്പോൾ ഓടി ഒളിച്ച മനുഷ്യൻ, ക്രൂശിന്റെ ചുവട് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അന്ന് ഓടി ഒളിച്ച മനുഷ്യൻ, എല്ലാ കാലത്തും ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ, ക്രൂശിന്റെ ചുവട് അഭയസ്ഥാനമായി മാറി. ക്രൂശിന്റെ ചുവട്, ഹല്ലേലൂയ, മനുഷ്യന് അഭയസ്ഥാനമായിട്ട് എന്ത് ചെയ്യാന്ന് മാറുകയാണ്. അവനത് മറവിടമായി മാറുകയാണ് ക്രൂശിന്റെ ചുവട്. ഇന്നേതൊരു മനുഷ്യനും യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനുള്ള അഭയസ്ഥാനമാണത്. ഗ്ലോറി ടു ഗോഡ്. ശത്രുവിൽ നിന്നുള്ള സംരക്ഷണം നമുക്ക് ലഭിക്കുന്നത് ആ ക്രൂശിന്റെ ചുവട്ടിലാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ന്യായവിധിയുടെ നിത്യമായ ദണ്ഡനങ്ങൾക്ക് മനുഷ്യന് പരിഹാരം വരുത്തിക്കൊണ്ട് ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? പരമയാഗമായി തീർന്നു. ഗ്ലോറി ടു ഗോഡ്. അത് വിശ്വസിപ്പാൻ, ആ ക്രൂശിലൂടെയുള്ള നിത്യജീവൻ, രക്ഷ നമ്മൾ അവകാശമാക്കുവാൻ കർത്താവ് അവനെ പരസ്യമായിട്ട് എന്ത് ചെയ്യുകയാണ്? നിർത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കേട്ടത് പ്രിയമുള്ളവരെ സുവിശേഷമാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിൻ്റെ നിത്യജീവനുള്ള സുവിശേഷമാണ്. ഇത് നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത് വിശ്വാസത്താലാണ്. എന്ത് ചെയ്യുന്നത്? നമുക്ക് അവകാശമാക്കാൻ കഴിയുന്നത് യേശുവിനെ സ്വന്തം രക്ഷിതാവ്. എവിടെ നിന്ന് രക്ഷിക്കാൻ? നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് രക്ഷിക്കാൻ, പാപമംഗലമായ ജഡ സ്വഭാവങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ അവൻ എൻ്റെ കർത്താവാക്കി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ സ്വീകരിക്കുന്നു. അതെൻ്റെ വായ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഏറ്റുപറയുന്നു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിച്ച നീതീകരണം പ്രാപിച്ച്, ഹല്ലേലൂയ, നിത്യജീവൻ അവകാശമാക്കുവാൻ ഈ വചനങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ ഒന്നുകൂടി ആവർത്തിച്ച് പുതുക്കം തരുവാൻ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ.